ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പാകിസ്ഥാൻ തന്നെ POK ഇന്ത്യക്ക് കൈമാറും. ഹൂറികളെ കാത്തിരിക്കുന്ന തീവ്രവാദികൾ തുടച്ചു നീക്കപ്പെടും. ജന്നത്തി കശ്മീർ പൂർണ്ണമാകും. ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രതിരോധ വിദഗ്ധനാണ്. നമ്മുടെ റിട്ടയർ ലഫ്റ്റനന്റ് കേണൽ ജെ സോധി ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം പാകിസ്ഥാൻ എങ്ങനെയാണ് അവരുടെ പാക് അധീന കശ്മീർ നമുക്ക് തരുന്നത്? നമ്മുടെ രാജ്നാഥ് സിംഗ് പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു തുള്ളി രക്തം പോലും ചൊരിയാതെ അല്ലെങ്കിൽ പൊടിക്കാതെ പാക് അധീന കശ്മീർ നമ്മുടെ ഭാഗത്ത് വരുമെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണം വളരെ എന്താ പറയാ റെലവന്റ് ആണ് എന്ന് എനിക്കിത് വായിക്കുമ്പോൾ തോന്നുന്നു. POK പാകിസ്ഥാൻ ഒരു വേദനയാണ്. 79 വർഷമായിട്ട് POKയിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാൻ പാക് അധീന കശ്മീർ നടത്തി വരുന്ന നിരന്തരമായ അടിച്ചമർത്തലുകളും അതിക്രമങ്ങളും പാകിസ്ഥാനോടുള്ള വർദ്ധിച്ചു വരുന്ന വിദ്വേഷത്തിന് ആക്കം കൂട്ടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. സിന്ധു നദീജല കരാർ ഇന്ത്യ അടുത്തിടെ നിർത്തിവെച്ചതും POKയിൽ പ്രതിഷേധം ശക്തമാകുന്നതും പാകിസ്ഥാനെ ഇതിനകം തന്നെ വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കി ആ വിഷയം വഷളാക്കാനായിട്ട് സാധ്യതയുണ്ട്. സമീപ ഭാവിയിൽ പാകിസ്ഥാൻ പാക് അധീന കശ്മീർ ഒരു ഇപ്പോഴേ തലവേദനയാണ്, ഒരു തലവേദനയായിട്ട് കണക്കാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പോരാത്തതിന് പാക് സർക്കാരും സൈന്യവും POKയെ ബലപ്രയോഗത്തിലൂടെ അവരിലേക്ക് കൂടിച്ചേർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി POKയിലെ ജനങ്ങൾ ഇന്ത്യയുമായി ലയിക്കാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി അത് നമ്മളൊക്കെ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഇത് പലതവണ അവർ പറഞ്ഞിട്ടുണ്ട്. POKയെ ബലപ്രയോഗത്തിലൂടെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെതിരായിട്ടുള്ള നിലവിലെ പ്രതിഷേധങ്ങളെക്കാൾ വലിയ ഒരു പ്രസ്ഥാനത്തിന് തുടക്കമിടുമെന്ന് അദ്ദേഹം പറയുന്നു. പോരാത്തതിന് പാകിസ്ഥാൻ സർക്കാർ POKയിലെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നതും വലിയ വിഷയമാണ്. അദ്ദേഹത്തിന്റെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് മുൻ സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ POK പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയാനായി പോകുന്നു എന്നുള്ളതാണ്. 1991 ഡിസംബർ 25 സോവിയറ്റ് യൂണിയൻ നിരവധി രാജ്യങ്ങളായിട്ട് ചിന്നിച്ചിതറിപ്പോയത്. ശീതയുദ്ധത്തിന്റെ ഏറ്റവും അവസാനം ഗോർബച്ചേവ് ഭരിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ റഷ്യ ആ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞ റഷ്യയായി, പിന്നെ മറ്റു പല രാജ്യങ്ങളും രൂപം കൊണ്ടു. അവരും റഷ്യയുമായിട്ടുള്ള അതിന്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിൾ ആണല്ലോ റഷ്യ യുക്രൈൻ യുദ്ധം പോലും. അപ്പൊ അങ്ങനെ അതിപ്പോഴും അതിന്റെ ഒരു രക്തച്ചൊരിച്ചിൽ നടക്കുന്നുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാൻ സ്വാഭാവികമായി തന്നെ നമ്മളിലേക്ക് റഷ്യൻ മോഡലിൽ വന്നു ചേരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ വിലയിരുത്തൽ എത്രത്തോളം ശരിയാണ്? ചരിത്രം ഇത്തരം ലയനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇന്ത്യയിലും ആവർത്തിക്കുമോ? സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം രാജ്നാഥ് സിംഗ്, ശ്രീ അമിത്ഷാ ഇവരെല്ലാം സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, സ്ഥിരം പ്രസ്താവനയാണ്, ഒരു തുള്ളി രക്തം ചീന്താതെ POK നമ്മുടെ ഭാഗമാവും. സാധ്യത കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ POK എന്ന് പറയുന്നത് പിന്നെ ആസാദ് കാശ്മീർ, സ്വതന്ത്ര കാശ്മീരാണ്. ഇതിന് പാകിസ്ഥാൻ റോളില്ല എന്നുള്ളത് പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്കൊരു ഭരണഘടനയുണ്ട്, ഇവരുടെ ഒരു കൊടിയുണ്ട്, ഇവർക്ക് പ്രധാനമന്ത്രിയുണ്ട്, ഇവർക്കെല്ലാം ഉണ്ട്. ഒരു സെപ്പറേറ്റ് ഒരു പ്രദേശമാണ്, ഒരു സ്വതന്ത്ര പ്രദേശമാണ്. വേണമെങ്കിൽ ആ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് അതൊരു രാജ്യമാണെന്ന് പറയാം, തെറ്റില്ല. അപ്പൊ ഒരു സ്വതന്ത്ര പ്രദേശത്ത് വേറൊരു രാജ്യത്തിന് കയറി കൈവെക്കാൻ റൈറ്റ് ഇല്ല, നിയമമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ POK പാകിസ്ഥാൻ അവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ പണി നടത്താൻ വേണ്ടിയിട്ട് ഒരു ആയുധമായിരുന്നു അവർക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഭീകരവാദികൾക്കുള്ള ക്യാമ്പുകൾ ഇന്ത്യക്ക് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബാലക്കോട്ടിലും ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കള്ളനോട്ടടി ഫാക്ടറികൾ ഉണ്ടായിരുന്നു. കള്ളനോട്ടടി പിന്നെ നമ്മളൊക്കെ ഈ വിചാരിക്കുന്നത് പോലെ ഒരു വീട്ടിന്റെ മുറിക്കകത്ത് വെച്ചിട്ട് അടിച്ചിറക്കുന്നതല്ല, വലിയ ഫാക്ടറികളാണ്. കള്ളനോട്ടടി ഫാക്ടറികൾ ഉണ്ടായിരുന്നു. കാരണം പണം വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ബെസ്റ്റ് ആയിരുന്നത് അതുണ്ടായിരുന്നു. ലോഞ്ചിങ് പാടുകളുണ്ട്, ഈ ഭീകരവാദികളെ കയറ്റിവിടാനുള്ള ലോഞ്ചിങ് പാടുകൾ. പിന്നെ ഇവരുടെ സൈനികരെയും ഒക്കെ അവിടെ കൊണ്ട് നിർത്തി ഇന്ത്യയെ പ്രഷറിലാക്കാനും ഇന്ത്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ കേന്ദ്രമായിട്ടായിരുന്നു POK മുമ്പ് പ്രവർത്തിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഈ കാശ്മീരിലൊക്കെ വലിയ സംഘർഷം നിലനിന്ന സമയത്തൊക്കെ ഈ POKക്ക് വലിയ പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മുമ്പ് അവിടെ ഈ ഹിന്ദു പണ്ഡിറ്റുകളെ ആട്ടി ഓടിക്കുന്നു, ഡെയിലി സ്ഫോടനങ്ങൾ, ഡെയിലി കൊലപാതകങ്ങൾ, ഇതൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ POK കയ്യിരിക്കുന്നുണ്ട്, അവർക്ക് മുമ്പ് ചെയ്യാം. പക്ഷെ കാലം മാറി, കഥ മാറി. ഇന്നിപ്പോ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി തന്നെ ആ ഒരു സെപ്പറേഷൻ ഇല്ല. പിന്നെ അതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റേറ്റാ. ഇനി അതിനെക്കുറിച്ച് 370 എടുത്ത് കളയുന്നതിന് മുമ്പ് എന്തായിരുന്നു? പ്രത്യേക ഭരണഘടന, പ്രത്യേക കൊടി, പ്രത്യേക റൂള്, പ്രത്യേക സംഭവം. ഇപ്പൊ ഒരു മണ്ണാങ്കട്ടമില്ല. ഇപ്പം മലയാളിക്ക് എന്താണോ നിയമം ഉള്ളത്, ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ കണക്ക് തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ അരിക്ക് സാധനങ്ങൾക്ക് ഇച്ചിരി വില കുറവുണ്ട് അവിടെ. അപ്പം ഈ ഇതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഒരു സ്റ്റേറ്റിൽ പോകുന്നതൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്നതൊക്കെ തന്നെ ഇപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് ആയതോടെ അതിന്റെ തീർന്നു. സ്റ്റേറ്റ് ആയി മാറിയപ്പോൾ എന്താണ് കാശ്മീരിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ ഡെവലപ്മെന്റിലേക്ക് കാശ്മീർ എത്തി, വലിയ ഡെവലപ്മെന്റിലേക്ക് എത്തി.
സ്കൂള്, കോളേജിന്റെ ഇത്, അതുപോലെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, ആ കാശ്മീരിൽ വലിയൊരു വിഭാഗം മാറി അവർക്ക് തൊഴിലിടങ്ങളായി, കൃഷി ചെയ്യാൻ സ്വാതന്ത്ര്യമായി, കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഷാർജയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായി. ഈ ചരക്ക് മറ്റേ അവരുടെ ആപ്പിളും മറ്റുള്ള സാധനങ്ങളും ചരക്കുകൾ എത്തിക്കാനുള്ളത് ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ കണ്ടുള്ളത്. എന്തിനു നമുക്ക് പറയുന്നത്, നമ്മുടെ ശ്രീമാൻ യൂസഫ് അലി പോലും അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഈ പഴ സംസ്കരണ കേന്ദ്രം ഉടനെ അതിന്റെ പണികളൊക്കെ തുടങ്ങി നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വലിയ വലിയ കമ്പനികൾ ടാറ്റ, മഹീന്ദ്ര, താജ് ഹോട്ടൽസ് ഗ്രൂപ്പ്, ഇവരെല്ലാം വ്യാപകമായി വന്നുകൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിലായി. അതുപോലെ ഇവരുടെ കൃഷി ഇതെല്ലാമായി അവരങ്ങ് മാറി. അവർക്കിപ്പോ ഈ വെള്ളിയാഴ്ചത്തെ നിസ്കാരം കഴിഞ്ഞ് 500 രൂപ മേടിച്ച് പട്ടാളത്തെ കല്ലെറിയിട്ട് ഒരു ഗതികേടും ഇല്ല അവർക്ക്. കാരണം പട്ടാളത്തെ കല്ലെറിഞ്ഞ പഴയാണെങ്കിൽ അടിയല്ല വെടിയാണെന്ന് അറിയാം, അത് മറ്റൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, വെറുതെ എന്തിനാണ് യുവാക്കളൊക്കെ ഒരുമാതിരിപ്പെട്ടൊക്കെ ജോലിക്ക് പോയി, തൊഴിലും പണിയില്ലാതെ ഇരിക്കുന്നവരില്ല. പിന്നെ അവരെന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് കളക്ടർ ആയാലും ഞാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നവരല്ല പൊതുവെ ഈ നോർത്ത് ഇന്ത്യയിലുള്ളവരെല്ലാവരും. അവരവരുടെ കിട്ടുന്ന പണിക്ക് പോകും, ജീവിക്കാനുള്ള വഴി നോക്കും. അല്ലാതെ വയസ്സാങ്കാലം വരെ നോക്കിക്കൊണ്ടിരിക്കത്തില്ല സർക്കാർ ജോലി വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാരും തന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ പോയി. അങ്ങനെ പോകുന്നതോടുകൂടി തന്നെ ഇതിന്റെ ഒരു അലയൊലികൾ POKയിലും അലയടിച്ചു തുടങ്ങി. അവിടുത്തെ ജനം നോക്കുമ്പോൾ, എടാ നമ്മളെ കണക്കാണ് ഇത് രണ്ടും കൂടെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ, അല്ല ഇതിനെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് പാകിസ്ഥാനി ഐക്യരാഷ്ട്രസഭയിലൊക്കെ പറയുന്നത് കാശ്മീർ. POK എന്ന് പറയില്ല അവര്, കാശ്മീർ എന്ന് പറയുന്നത് ഈ അതിനിവേശ കാശ്മീർ ഉൾപ്പെടെയാണ് പറയുന്നത്. അവിടെ എന്നും പ്രശ്നമാണ്, അവിടെ ബലാത്സംഗം നടക്കുന്നു, മറ്റേത് നടക്കുന്നു, മറിച്ച് നടക്കുന്നു, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ആ കാശ്മീർ പോയി. പിന്നുള്ള അതിന്റെ ചെറിയ കഷ്ണമായിരിക്കുന്നു ഈ പീസ്, ഈ കഷ്ണം എവിടെയായിരിക്കുന്നു, ഈ അപ്പൊ പാകിസ്ഥാന്റെ അധിനിവേശത്തിൽ ഇരിക്കുന്ന പ്രദേശം, അവർ അണ്ടറിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു പ്രക്ഷോഭം തുടങ്ങി. കഴിഞ്ഞ 79 വർഷമായിട്ട് അവിടെ പ്രക്ഷോഭമുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയ പ്രക്ഷോഭമല്ല, ഒരു ദിവസം ഉണ്ടായതല്ല. 79 വർഷമായിട്ട് ഇവർക്ക് ഈ അധിനിവേശത്തിനെതിരെ അവിടുത്തെ ജനം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെ അതിനും മാത്രം ഇവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ കലാപം കെട്ടടങ്ങത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. മുൻപ് ഈ കലാപങ്ങൾ അടിച്ചൊതുക്കാൻ പാകിസ്ഥാൻ എളുപ്പമായിരുന്നു, കാരണം പാകിസ്ഥാന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പൊ അവർക്ക് അവരുടെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഫുൾ ഭരണകൂടത്തിന് ഈ POK മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. അവിടുത്തെ ചെറിയ ചെറിയ സമരങ്ങളും കലാപങ്ങളും ഹർത്താലും ഒക്കെ നടക്കുമ്പോൾ അവർക്ക് വെടിയോ അടിയോ കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ അതല്ല അവസ്ഥ. പാകിസ്ഥാന് മുക്കിന് പ്രശ്നങ്ങളാണ്. ഇന്ന് നമ്മൾ ന്യൂസിന്റെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ചില സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്ത് ഞങ്ങൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എല്ലാം അവിടെ ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ, അഫ്ഗാന്റെ ബോർഡറിലാണ് നിരന്തരം അടി വേറെ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ സിന്ധു പഞ്ചാബ് പ്രവിശ്യയിൽ നടക്കുന്ന ലഹളകളും പ്രശ്നങ്ങളും വേറെ. ഇതുകൂടാതെ ഇസ്ലാമാബാദിൽ മറ്റേ ഇമ്രാൻഖാന്റെ പാർട്ടിയും നടത്തുന്ന ശ്രമങ്ങൾ വേറെ. ഇതിനിടയിലാണ് ഇന്ത്യ അടിക്കുമോ ഇല്ലയോ എന്നുള്ള എപ്പോഴാണ് എവിടുന്നാണ് അടി കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഇസ്രായേലും ഒന്നും വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ട്, മുനീറിനും ഗിനിയറിനും ഒക്കെ. അടി എതുവഴി വരുമെന്ന് അറിയാൻ വരാതെ അതുങ്ങൾ നിൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സാധനം കൈവച്ചുകൊണ്ടിരിക്കുന്നതോട് പാകിസ്ഥാന് വലിയ താല്പര്യമില്ല. കാരണം പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇവർ ചെയ്തിരിക്കുന്ന പണി ചൈനയ്ക്ക് ഈ അവരുടെ കോറിഡോർ കടന്നു പോകാനായിട്ട് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖല വിട്ടുകൊടുത്തു. രണ്ടാമത്തെ കാര്യം, ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ എല്ലാം ചൈനയെ കൊണ്ടാണ് ചെയ്യിച്ചത്, ചൈന തന്നെയാണ് അതിന്റെ ലാഭം എടുക്കുന്നത്. ഇതൊക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ പാകിസ്ഥാന്റെ എല്ലാ പരിപാടിയും. അങ്ങനെ വല്ലവരും ഈ സാധനങ്ങളും സ്ഥലം പാട്ടത്തിന് കൊടുക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് പുട്ടടിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമ്പ്രദായം മാത്രമേ, അല്ലാതെ ഈ ഒരു തലവേദന അവർ പിടിച്ചെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു വെള്ളിത്തളികയെ വെച്ചിട്ട് ഇന്ത്യയിലോട്ട് അവർ കൊണ്ട് തരത്തില്ല. ഇതാ POK നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് അവർ തരില്ല. ഇവർ അറ്റ കൈക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യം ഉണ്ടാവും. അതാണ് ഈ റഷ്യൻ മോഡൽ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു ഹിതപരിശോധന നടത്തും. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കണോ അവരോടൊപ്പം നിൽക്കണോ? ഇതായിരുന്നു കാശ്മീരിൽ റഫറണ്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത്ര നാൾ അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാശ്മീരിൽ റഫറണ്ടം നടത്തണം. അത് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ കാശ്മീരിൽ റഫറണ്ടം നടത്താമെന്ന് പറഞ്ഞിട്ടാണ് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. റഫറണ്ടം നടത്തണം. ഖാലിസ്ഥാനികൾ പറഞ്ഞ റഫറണ്ടം നടത്തണം. അതായത് സ്വതന്ത്ര രാജ്യം വേണമോ അതോ ഇന്ത്യയോടൊപ്പം നിൽക്കണം. ഇന്നിപ്പോ ഇന്ത്യയിൽ എവിടെ റഫറണ്ടം നടത്തിയാലും അവരെല്ലാം ഒറ്റയടിക്ക് പറയുന്ന ഒറ്റ ഡയലോഗേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇന്ത്യ മതി എന്നേ പറയൂ, അല്ലേ? പണ്ടായിരുന്ന അതല്ല അവസ്ഥ. ഇന്നിപ്പോ കാശ്മീർ റഫറണ്ടം നടത്തിയ കാശ്മീരിലെ ആൾക്കാർ പറയും ഞങ്ങൾക്ക് പാകിസ്ഥാനോടെ പോകണമെന്ന്. കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത അവന്റെ കൂടെ പോകണോ അതോ അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്നു ഇവരുടെ കൂടെ നിൽക്കണോ എന്നല്ലേ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. വേറെ ശല്യങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ POK അവരൊരു ഹിതപരിശോധനയ്ക്ക് സാധ്യത ഉണ്ടാകാം. ഒരുപക്ഷെ മറ്റ് ഐക്യരാഷ്ട്രസഭയോ ആരെങ്കിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു ഹിതപരിശോധന വരും. അപ്പൊ സ്വാഭാവികമായി തന്നെ കുറെ സുടുക്കൾ അവിടെ ഉണ്ടാവും, കുറെ തീവ്രവാദികൾ അവിടെ ഉണ്ടാകും. അപ്പൊ അവന്മാരോടെ ഞങ്ങൾക്ക് പാകിസ്ഥാൻ മതി, ശരി നിങ്ങൾ അങ്ങോട്ട് വെക്കോ. അതായത് ഒരു ഫിൽട്രേഷൻ നടക്കണം. ഫിൽട്രേഷൻ നടന്നില്ലേ പ്രശ്നമാണ്. കാരണം ഇത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പിടിച്ചെടുത്താൽ എന്ത് പറ്റും? ഈ അഴുക്കും കൂടി പോരും, മാലിന്യം കൂടി പോരും പിടിച്ചെടുക്കുമ്പോൾ.
മാലിന്യം അതിനകത്ത് ഒരു വലിയ വിഭാഗം മാലിന്യങ്ങളുണ്ട്. തീവ്രവാദികളും അവരുടെ സന്തതി പരമ്പരകളും അങ്ങനെ ചിന്താഗതി വെച്ച് പുലർത്തുന്നുണ്ട്. അവരെ കൂടെ നമ്മളെടുത്ത് നമുക്ക് തലവേദന വരത്തുള്ളൂ. അപ്പൊ എന്താ ഒരു ഫിൽട്രേഷൻ ഇതിനകത്ത് നടക്കാൻ സാധ്യത. ഹിതപരിശോധന വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വരും. ഇപ്പൊ പഴയതുപോലെയല്ല. ഈ ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് അങ്ങനെ ഈസി ആയിട്ട് വന്ന് കയറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഇന്ത്യ നടക്കുന്ന രീതി അതൊക്കെ അപ്പോഴേ തന്നെ വെടിവെച്ച് നാശമായി കളയുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇത് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ ഫിൽട്രേഷൻ നടക്കണം. ഫിൽട്രേഷൻ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ പറ്റൂ. ഒന്നുകിൽ നമ്മൾ അറഞ്ചാം പുറഞ്ഞും പിഒക്കൽ അടിക്കണം. അടിച്ചു കഴിയുമ്പോഴേക്കും നമുക്കറിയാൻ കഴിയുമല്ലോ നമ്മളുടെ അനുഭവമുള്ള ഒരു മേഖല ഏതൊക്കെയാണെന്നും അല്ലാത്തതൊക്കെ. അറഞ്ചാം പുറഞ്ഞ് അടിച്ചു കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന ഈ ഭീകരന്മാരും അങ്ങനെ അതിനെ അനുകൂലിക്കുന്നവരും പാകിസ്ഥാനിലേക്ക് ഓടി രക്ഷപ്പെടുക അവർക്ക് വേറെ മാർഗമുള്ളൂ, ബാക്കി കിട്ടും. അതിനേക്കാൾ ഈസി ഇതായിരിക്കാം. ഒരുപക്ഷെ പാകിസ്ഥാൻ പറയുന്നു അന്ന് അവസാന കൈയായിട്ട് നിങ്ങൾക്ക് ഒരു ഹിതപരിശോധന വെക്കാം. ഇതൊന്നും വേണ്ട. ഇതില്ലാതെ മൂന്നാമതൊരു ഓപ്ഷൻ പാകിസ്ഥാൻ വെക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു സ്വതന്ത്രമായ പ്രദേശമാണല്ലോ ഈ POK എന്ന് പറയുന്നത്. സ്വതന്ത്രമായ പ്രദേശത്തിന് ഇവരിപ്പോൾ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. POK ഈ സമരക്കാര് ഞങ്ങൾക്ക് ഇന്ത്യയുമായി വ്യാപാരം നടത്താനുള്ള അനുമതി ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് മരുന്ന് വേണം, വെള്ളം വേണം, ഫുഡ് വേണം. അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്താലും തത്വത്തിൽ ഏകദേശം ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് തുല്യം തന്നെയാണ്. കച്ചവടം ചെയ്യാനൊരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ലല്ലോ. ഒന്നുകിൽ ഹിതപരിശോധന നടത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് ഓപ്ഷൻസ് ഉണ്ട്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊരു തലവേദനയാണ്. ഇത് കൈവച്ച് പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ല. പകരം സർവനാശം. ഒന്നാമത്തെ കാര്യം നിൽക്കാൻ പറ്റുന്നില്ല. എന്താ ഫുള്ള് അവിടെ പ്രശ്നങ്ങളാണ്. അതായിരിക്കാം അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഏതായാലും ഇതൊരു വലിയ മാസ് മൂവ്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു റിട്ടയർഡ് കേണലാണ്. അത് മാത്രമല്ല ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ പല നിരീക്ഷണങ്ങളും ഒക്കെ സത്യമായി വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ആ സമയങ്ങളിലൊക്കെ ഇതുകൊണ്ടൊക്കെയുള്ള ഇത്തരം ആളുകളുടെ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ധാരണയും ഉണ്ടാകും. ഒരുപക്ഷെ ആ ഒരു മേഖലയ്ക്ക് ഇത് ഈ തിങ്ക് ടാങ്ക് ഗ്രൂപ്പുകളുടെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരം കേണൽമാരൊക്കെ. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് പലപ്പോഴും ഡിഫൻസ് സൈറ്റുകളിലും മറ്റും വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏകദേശം അത് സത്യമായി തീരുന്നു. ഏതായാലും രാജ്നാഥ് സിംഗ് പറഞ്ഞതും അമിത്ഷാ പറഞ്ഞതും ഒക്കെ സത്യമാകുന്നു. ഒരു തുള്ളി ചോര പൊടിയാതെ POK ഇന്ത്യയുടെ ഭാഗമായി തീരുന്നു എന്നുള്ളത്. ഏതായാലും അങ്ങനെ വരട്ടെ. ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു ഹിതപരിശോധന നടത്തി തീവ്രവാദികളെല്ലാം അങ്ങോട്ടും ബാക്കിയുള്ളവർ ഇങ്ങോട്ടും വരട്ടെ.